ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു കല്യാണത്തിന് ആങ്കർ ചെയ്യാൻ പോയ കഥയാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ആസ് യൂഷ്വൽ നമ്മൾ ഡയറക്റ്റ് കയറുമ്പോൾ തന്നെ സ്റ്റേജ് കുറേ നേരം കാത്തിരുന്നതിന് ശേഷം നമ്മുടെ കല്യാണച്ചക്കനും കല്യാണപേരും നല്ല അടിപൊളി ഒരു സൂപ്പറായിട്ടുള്ള ബ്രൈഡൽ ഇൻട്രോ ഡാൻസോട് കൂടി സ്റ്റേജിലേക്ക് ഇത് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു കുഞ്ഞി ആങ്കറിങ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ എനിക്ക് പറയാൻ പറ്റി. ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തിട്ടായിരുന്നു ഇന്നത്തെ ഒരു പ്രോഗ്രാം ചെയ്തത്. കാരണം നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മാരേജ് എംസിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഇന്ന് ഈ ഒരു ആങ്കറിങ് ഫംഗ്ഷൻ കിട്ടിയത്. ഇവരുടെ ഒരു സെറിമണിക്ക് ഒരു അച്ഛൻ പ്രയറിനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ് പ്രയർ. ഇതാണ് നമ്മുടെ കല്യാണച്ചക്കനും കല്യാണപ്പെണ്ണും, ജിതിൻ ആൻഡ് ക്രിസ്റ്റി. നല്ല അടിപൊളി കപ്പിൾസാണ്. ഇനി നമ്മൾ ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ വെൽക്കം ഡാൻസ് കളിച്ച അതേ ടീമിൻ്റെ തന്നെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ താഴെ വന്ന് ജോയിൻ ചെയ്തു. വീണ്ടും ഞാൻ അവിടെയുള്ള ഓരോ പരിപാടികളും, മ്യൂസിക് ഉണ്ടായിരുന്നു, ഭയങ്കര സ്മൂത്തായിട്ടുള്ള മ്യൂസിക്കായിരുന്നു. അത് കണ്ടിരിക്കുമ്പോഴാണ് ഈ കുഞ്ഞു പിള്ളേർ അവിടുത്തെ ആ പേപ്പർ കട്ടിങ്സ് ഒക്കെ എടുത്ത് കളിക്കണം കണ്ടത്. കുറേ നേരം അത് നോക്കി നിന്നു. എനിക്ക് അവരുടെ കൂടെ പോയി കളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഒരു അടിപൊളി ഡാൻസായിട്ട് അവരുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഗ്രേസ്, ഭയങ്കര ജസ്റ്റ് ലൈക്ക് എ റിവർ, അത്രയും ഫ്ലോ ആയിരുന്നു. ആ കൊച്ചിൻ്റെ സ്റ്റെപ്പ് മൂവ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ വീണ്ടും ഞാൻ എപ്പോൾ പോകണം എന്നാലോചിച്ച് ടെൻഷനായി തുടങ്ങി. കാരണം പരിപാടി കുറച്ച് ടൈം ലാഗായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. വീണ്ടും ഇതുപോലെ തന്നെ നമ്മളുടെ ഡാൻസ് കുറേ എൻജോയ് ചെയ്തു. നമുക്ക് മൊത്തം ഒരു 3 ഡാൻസാണ് അവർ പെർഫോം ചെയ്തത്. അതുപോലെ തന്നെ പാട്ടും അത്യാവശ്യം ഉണ്ടായിരുന്നു. സോ ഇന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റേ മോട്ടിവേറ്റഡ്, സ്റ്റേ ട്യൂൺഡ്, എൻജോയ് യുവർ സെൽഫ്. ടാറ്റാ, ബൈ ബൈ.